തന്റെ മകൾ കിരണിനോടൊപ്പം മാർക്കറ്റിൽ നിന്നും മലപാതയിൽ കൂടി വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു. അച്ഛാ, കുറച്ചു ദിവസങ്ങൾക്ക് നമ്മൾ ഇനി മാർക്കറ്റിലേക്ക് വരേണ്ട ആവശ്യമുണ്ടാകില്ല. അതെ, പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ഇപ്പൊ നീ റോഡ് ശ്രദ്ധിച്ച് നടന്നേക്ക്. ഈ റോഡ് വളരെ മേടും പല്ലമായിട്ടുണ്ടാവും. എവിടെയും വീകാൻ പാടില്ല. അച്ഛാ, ഞാനിപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ല. എന്നെ കൊണ്ട് കണ്ണു മൂടിക്കൊണ്ട് വേണമെങ്കിലും വീട്ടിലേക്ക് പോകാൻ പറ്റും. കാണണോ? ഇപ്പൊ നോക്കിക്കോ. കിരൺ തന്റെ കണ്ണു മൂടിക്കൊണ്ട് നടന്നു വന്നു. ഇവിടെ നോക്കാമേ, ഇങ്ങനെയൊന്നും കളിക്കാൻ പാടില്ല. ഇതൊന്നും തമാശയല്ല. അപ്പോഴാണ് കിരണിന്റെ കാല് ഒരു കല്ലിൽ തട്ടിയത്. പിന്നെ അവൾ മലയുടെ താഴെ കുടുങ്ങിപ്പോയി. രക്ഷിക്കൂ അച്ഛാ, എന്നെ രക്ഷിക്കൂ. ഞാൻ ഈ മലയിൽ നിന്നും താഴേക്ക് വീണു പോകും. അയ്യോ എന്റെ ദൈവമേ, ഈ പെണ്ണെന്തിനെങ്ങനെ ചെയ്തത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ശ്രദ്ധിച്ച് നടക്കണമെന്ന്. കിരൺ മലയുടെ ഏത് ഭാഗത്താണോ കുടുങ്ങിക്കിടന്നത് അവിടെ നിന്നും അവളെ നീളമുള്ള ഒരു കയറില്ലാതെ രക്ഷിക്കുന്നത് കഷ്ടമാണ്. തോത്താറാം സഹായത്തിനായി നിലവിളിക്കാൻ തുടങ്ങി. ആരെങ്കിലും ഉണ്ടോ ഇവിടെ അടുത്ത്? മലയുടെ അരികിൽ ഒരാൾ പോകുന്നത് തോത്താറാം അപ്പോഴാണ് കണ്ടത്. തോത്താറാം അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്നു. ചേട്ടാ, എന്റെ പേര് തോത്താരാമാണ്. എന്റെ മകൾ അറിയാണ്ട് വീണ് ഇവിടെ മരത്തിൽ തൂങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ദയവായിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. എന്നെ കൊണ്ട് എന്നെ സഹായിക്കാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളുടെ മകളെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് പറ്റും. നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാനൊരു ചെകുത്താൻ മന്ത്രവാദി ജോഗോ. ഒരു പക്ഷേ ഞാൻ നിങ്ങളുടെ മകൾ ജീവൻ രക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം എനിക്കങ്ങ് തന്നേക്കണം. കേട്ടോ? നിങ്ങൾ എന്താ പറയുന്നത്? അതായത് നിങ്ങൾ എന്റെ ജോലിക്കാരനായിട്ട് നിൽക്കണം. ഇത് നോക്കൂ ചേട്ടാ, നിങ്ങൾ പറയുന്നത് എന്ത് വേണം ഞാൻ ചെയ്തേക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യം എന്റെ മകളെ ഒന്ന് രക്ഷിക്കൂ. തോത്താറാം ഇങ്ങനെ പറഞ്ഞതും തന്നെ ഭയങ്കരനായ മന്ത്രവാദി ജോഗോ തോത്താറാമിന്റെ മകളെ മുകളിലേക്ക് പൊക്കിയെടുത്തു. നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഞാനൊന്നും നിന്നെ ഒന്നും സഹായിച്ചിട്ടില്ല മണ്ടിപ്പെണ്ണേ. അതിന് പകരം നിരന്തരമായിട്ട് നിന്റെ അച്ഛൻ ഞാൻ എന്റെ കയ്യിലങ്ങ് മാറ്റിയെടുത്തോ. അതായത് നിന്റെ അച്ഛൻ ഇനി എനിക്ക്, അതായത് ജോഗോയുടെ ജോലിക്കാരൻ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അച്ഛാ, ഇദ്ദേഹം എന്താണ് പറയുന്നത്? എനിക്ക് എല്ലാവർക്കും ഓരോരോ നേരം പിന്നെയും മുഴുവനും കഥ പറയാൻ പറ്റില്ല. വീട്ടിലേക്ക് പോയിട്ട് നിന്റെ അമ്മേന്റെ അടുത്തങ്ങ് പറഞ്ഞേക്ക്, ഇന്ന് മുതൽ നിന്റെ അച്ഛൻ വീട്ടിലേക്ക് വരില്ല എന്ന്. ജോഗോ തോത്താറാമിനെ തന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. കിരൺ എത്രയോ വട്ടം യാചിച്ചു നോക്കി. പക്ഷേ ജോഗോ തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ തോത്താറാമിനെയും നോക്കാൻ സമ്മതിച്ചില്ല. അച്ഛാ, പോകല്ലേ, ദയവ് ചെയ്ത് ഞങ്ങളെ വിട്ടു പോയേക്കല്ലേ. ജോഗോ തോത്താറാമിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും ദൂരത്ത് ആളില്ലാത്ത ഒരു സ്ഥലത്ത് ഉള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ടൊരു മാന്ത്രിക പലകയിൽ ഒരു മാന്ത്രിക എഴുത്തുകോൽ വെച്ച് തോത്താറാമിന്റെ പേര് എഴുതി. പിന്നെ അതോടൊപ്പം തന്നെ ഒരു പറവയുടെ ചിത്രം വരഞ്ഞു. നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? നിന്നെ ഒരു പക്ഷിയായിട്ട് മാറ്റാൻ പോവുകയാണ്. അതുമാത്രല്ലാതെ നിന്റെ പേര് തോത്താരാമെന്നല്ലേ? ഇനി മുതൽ നീ എനിക്കാണ് ജോലി ചെയ്യേണ്ടത്. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഞാൻ നന്നായിട്ട് കഴിച്ചിട്ട് വിശ്രമിക്കണം. അതിനുള്ള കാര്യങ്ങൾ നീയാണ് ചെയ്യേണ്ടത്. കേട്ടോ നീ? ജോഗോ ആ പലകയിൽ ഒരു പറവയുടെ ചിത്രം വരഞ്ഞ് കഴിഞ്ഞതും തന്നെ തോത്താറാം ഉടനെ ഒരു പറവയായി മാറി. ഇതിനു ശേഷം എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു ജോലിയും ചെയ്യാൻ ആവശ്യമില്ല. പോയി മാർക്കറ്റിൽ എനിക്ക് വേണ്ടി ഒരു സ്വർണ്ണ നെക്ലസ് മോഷ്ടിച്ചു കൊണ്ടുവന്നേക്ക്. അപ്പോഴല്ലേ അത് ഞാൻ വിറ്റിട്ട് പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ജോഗോ ആജ്ഞാപിച്ച ഉടൻ തന്നെ ആ പറവ സ്വർണം മോഷ്ടിക്കാനായി മാർക്കറ്റിലേക്ക് ചെന്നു. ഇവിടെ മറ്റൊരു വശത്ത് കിരൺ വീട്ടിലേക്ക് ചെന്നതും എല്ലാ കാര്യങ്ങളും തന്റെ അമ്മ കോയലിനോട് പറഞ്ഞു. അമ്മേ, ആ മന്ത്രവാദി ജോഗോ അച്ഛനെ കൂടെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ അദ്ദേഹത്തെ തന്റെ ജോലിക്കാരനായി വച്ചിരിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ നടന്നതിന് കാരണം നീയാണ് കിരൺ. അതിനാണ് പറയുന്നത് വലിയവർ പറയുന്നത് കേൾക്കണമെന്ന്. അമ്മേ, ഇനി മുതൽ ഞാൻ വലിയവർ പറയുന്നത് എല്ലാം കേൾക്കാം. പക്ഷേ അച്ഛനെ കൊണ്ടുവരൂ അമ്മേ. പോയി. ശരി, വാ, നമുക്ക് ആ മന്ത്രവാദിയുടെ വീട്ടിലേക്ക് പോകാം. കിരണും കോയലും രണ്ടുപേരും ആ മലപാതയിൽ കൂടി പോയി ആ മന്ത്രവാദിയുടെ വീട് തേടാനായി അവർ ശ്രമിച്ചു. കുറച്ചു സമയം തേടിയതിനു ശേഷം അവർ ആ വീട് കണ്ടുപിടിച്ചു. അങ്ങോട്ട് നോക്കൂ അമ്മേ, ആ മന്ത്രവാദി അവിടെയാണുള്ളത്. രണ്ടുപേരും ചെന്ന് ആ മന്ത്രവാദിയുടെ മുൻപിൽ നിന്നു. നിങ്ങൾ എന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവന്നു. ദയവായി അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം പറഞ്ഞേക്കൂ. ഇപ്പോഴവൻ നിന്റെ ഭർത്താവല്ല, അവൻ എന്റെ ജോലിക്കാരൻ പക്ഷിയാണ്. ജോലിക്കാര പറവയോ? അതെ, ജോലിക്കാരൻ പക്ഷി. ഞാൻ നിന്റെ ഭർത്താവിനെ ഒരു പക്ഷിയായിട്ട് മാറ്റിയിട്ടുണ്ട്. എന്റെ അച്ഛൻ എവിടെയാണ്?
ആ പക്ഷി എനിക്ക് വേണ്ടി മാർക്കറ്റിൽ പോയി സ്വർണം കക്കാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് അങ്ങ് വിട്ടേക്ക്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരും പക്ഷിയായിട്ട് മാറ്റിയേക്കും. പിന്നെ ഈ കുടുംബം മുഴുവനും എനിക്ക് ജീവിതം ഫുള്ളായിട്ട് സേവ ചെയ്തേണ്ടിരിക്കണം. ഇല്ല, എന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടു പോകാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല. മിണ്ടാതെ ഇവിടെ നിന്ന് വാ മോളെ, അല്ലെങ്കിൽ നിന്റെ അച്ഛനെ പോലെ നമ്മൾ രണ്ടുപേരും ഈ മന്ത്രവാദിയുടെ ജോലിക്കാരായി മാറും. പക്ഷേ അമ്മേ, അച്ഛനെ കൂട്ടിക്കൊണ്ടു പോകാതെ എങ്ങനെ പോകാനാ? അതിന് നമ്മൾ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം മോളെ. ആദ്യം ഇവിടെ നിന്ന് പോകാം. കോയൽ തന്റെ മകളുടെ കൈ പിടിച്ചുകൊണ്ട് ആ മന്ത്രവാദിയുടെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോയി. അപ്പോഴാണ് തോത്താറാം പറവ മാർക്കറ്റിൽ നിന്നും ജോഗോയ്ക്ക് വേണ്ടി പഴം വാങ്ങിക്കൊണ്ട് വന്നത്. കിരണും കോയലും പറവയായി മാറിയ തോത്താറാമിനെ നോക്കിക്കൊണ്ടിരുന്നു. വാ എന്റെ അതിശയ പക്ഷിയെ, നീ വീണ്ടും ഇങ്ങോട്ട് വന്നോ? പിന്നെ അദ്ദേഹം പറവയെ ഒരു കൂട്ടിലിട്ട് അടച്ചു. കോയലും കിരണും ദൂരെ നിന്ന് ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ മന്ത്രവാദിയേക്കാൾ ഒരു വലിയ മന്ത്രവാദിയെ കണ്ടുപിടിക്കണം മോളെ. പക്ഷെ അമ്മേ, നമ്മൾ മന്ത്രവാദിയെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? ഇവരൊക്കെ മന്ത്രശക്തി കാണിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലത്ത് പോകണം. പക്ഷെ നമ്മുടെ കൈവശം അത്ര പണം ഇപ്പോൾ ഇല്ല ടിക്കറ്റ് വാങ്ങിയിട്ട് അകത്തേക്ക് പോകാൻ. പക്ഷെ അതിനായി നമുക്ക് തീർച്ചയായും ശ്രമിക്കാം. കോയലും കിരണും അവിടെ നിന്നും വീട്ടിൽ പോകുന്നതിന് പകരം നേരെ മാർക്കറ്റിലേക്ക് ചെന്നു. അവിടെ ഒരു വലിയ പെൺമന്ത്രവാദി തന്റെ മാന്ത്രിക വിദ്യ കാണിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറച്ചു സമയത്തിനകം ആ മന്ത്രവാദി അവരുടെ അടുത്തേക്ക് വന്നു. ദേ നോക്കൂ, എന്റെ പേര് പരി, ഞാനൊരു മന്ത്രവാദിനി. നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് എന്നോട് പറയാമോ? അത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവോ ഇല്ല എന്റെ മന്ത്രത്തിന് വേണ്ടിയോ? അത് പിന്നെ ഞങ്ങൾ നിങ്ങളോട് അല്പം സംസാരിക്കണോ ഇല്ല വിദ്യകൾ കാണണമോ? രണ്ടും തന്നെ. പേടിക്കണ്ട മോളെ, നിന്റെ അച്ഛനെ എന്താണ് പറ്റിയതെന്ന് പറയൂ. അത് പിന്നെ എൻ്റെ ഭർത്താവിനെ ഒരു മന്ത്രവാദി തൻ്റെ മാന്ത്രിക വിദ്യ കൊണ്ട് പറവയാക്കി മാറ്റി. നിങ്ങൾ വേണം ഞങ്ങളെ സഹായിക്കാൻ. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കാശില്ല. പക്ഷേ പരി അവർ സംസാരിക്കുന്നത് തടുത്ത് എന്തു പറഞ്ഞെന്നാൽ, ആ മന്ത്രവാദിയുടെ പേര് ജോഗോയാണോ? അതെ. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവന് ഞാനാണ് മന്ത്രം പഠിപ്പിച്ചത്. പക്ഷെ അവൻ എല്ലാം പഠിച്ചതിന് ശേഷം എൻ്റെ മകളെ തന്നെ മീനാക്കി മാറ്റി. എന്നിട്ട് അവളെ പാചകം ചെയ്ത് കഴിച്ചു. അവനുള്ള സ്ഥലം നിങ്ങൾക്കറിയാമോ? അതെ, അദ്ദേഹമുള്ള സ്ഥലം ഞങ്ങൾക്കറിയാം. പക്ഷേ ദേ നോക്കൂ, നിങ്ങൾക്ക് എന്ത് വേണോ അത് ഞങ്ങൾ തന്നേക്കാം. പക്ഷേ എനിക്ക് അവനുള്ള സ്ഥലം അറിഞ്ഞാൽ മതി. പിന്നെ നിങ്ങളുടെ സഹായം വേണം. ശരി, പറയൂ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അറിഞ്ഞതുവരെ നിന്റെ ഭർത്താവിനെ അവൻ പറവയാക്കി മാറ്റിയത് മാന്ത്രിക പലക ഉപയോഗിച്ചായിരിക്കും. അതുകൊണ്ട് ആ പലക നമ്മൾ എടുത്തേ പറ്റൂ. അതിൽ നിന്നും നിന്റെ ഭർത്താവിന്റെ പേരും പിന്നെ ആ പറവയുടെ ചിത്രവും വായിക്കണം. ഇത്രയും ചെയ്താൽ മതിയോ? ഇത് കേൾക്കാൻ എളുപ്പമായിരിക്കും, പക്ഷെ അത്ര എളുപ്പമല്ല. കാരണം ആ മാന്ത്രിക പലകയിൽ ഏത് ചിത്രമാണോ അവൻ മാന്ത്രിക കോലുകൊണ്ട് വരഞ്ഞത് അത് മായ്ക്കാൻ ഒരു അത്ഭുതമായ അരുവിയിലെ വെള്ളം വേണം. എന്താ, നിങ്ങളെ കൊണ്ട് ആ അരുവിയിൽ നിന്നും വെള്ളം എടുത്തു കൊണ്ടുവരാൻ പറ്റില്ലേ? തീർച്ചയായും കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അരുവിയിലെ വെള്ളം ഒരാൾക്കേ കൊണ്ടുവരാനാകൂ. അവർ ജീവിതത്തിൽ കള്ളം പറഞ്ഞിരിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെന്ന് അതിൽ നിന്നും വെള്ളമെടുത്താൽ ആ അരുവി വറ്റിപ്പോകും. ശരി, എന്നാൽ ആ ജോലി ഞാൻ ചെയ്യാം. കാരണം ഞാൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. അത് ഏത് അരുവിയാണെന്ന് എന്നോട് പറയൂ. പരി ക്ഷേത്രത്തിനടുത്തുള്ള അരുവിയെക്കുറിച്ച് പറഞ്ഞു. കോയൽ ഒരു ബോട്ടിൽ എടുത്തുകൊണ്ട് ആ അത്ഭുതമായ അരുവിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ബോട്ടിലിൽ ആ അരുവിയിലെ വെള്ളം നിറച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ ഇവർ 3 പേരും ജോഗോയുടെ വീട്ടിലേക്ക് നടന്നു ചെന്നു. ജോഗോ തന്റെ വീടിന്റെ വാതിൽക്കൽ കട്ടിലിട്ട് അതിൽ കിടക്കുകയായിരുന്നു. മുൻപിലായി ആ കൂടുണ്ടായിരുന്നു. അതിൽ തോത്താറാം പറവയെ പൂട്ടിയിട്ടിരുന്നു. പരി കിരണിനോട് പറഞ്ഞു, ചെല്ല്, നീ ചെന്ന് കൂട്ടിലുള്ള നിന്റെ അച്ഛനെ തുറന്നുവിട്. ഞാൻ അതിനിടയ്ക്ക് ചെന്ന് ആ മാന്ത്രിക പലക തേടാം. പരി ജോഗോയുടെ വീട്ടിനകത്തേക്ക് ചെന്നു. അവിടെ ടേബിളിന് മുകളിൽ ആ മാന്ത്രിക പലകയും ആ മാന്ത്രിക എഴുത്തുകോലും ഉണ്ടായിരുന്നു. പരി അത് രണ്ടും കയ്യിലെടുത്തു. എന്നിട്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇവിടെ മറ്റൊരു വശത്ത് കിരൺ കൂടിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവൾ ആ കൂട് തുറന്നു വിട്ടു. പക്ഷെ ആ സമയം നോക്കി ജോഗോ കണ്ണു തുറന്നു. നീ കൂണ്ട് തുറന്നാൽ മാത്രം നിന്റെ അച്ഛനെ വിടുവിക്കാൻ പറ്റുമെന്ന് നിനക്ക് വിചാരിക്കാൻ പറ്റില്ല മോളെ. അതിനു വേണ്ടി ഇന്നും നീ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോഴാണ് പരി കയ്യിൽ ആ മാന്ത്രിക പലക എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നത്. അത് എൻ്റെ കയ്യിലുണ്ട് ജോഗോ. പരി ബോട്ടിലുള്ള ആ മാന്ത്രിക വെള്ളം ആ മാന്ത്രിക പലകയുടെ മേളിൽ തെളിച്ചു. പിന്നെ പലകയിലുണ്ടായിരുന്ന ആ പറവയുടെ ചിത്രവും തോത്താറാമിന്റെ പേരും മാഞ്ഞുപോയി. തോത്താറാം തന്റെ പഴയ രൂപത്തിൽ തിരികെ വന്നു. നീ ചെയ്തത് വളരെ വലിയ തെറ്റാണ് പരി. എന്നാ ശരി, ഇപ്പോൾ ഞാൻ ശരിയായ കാര്യം ചെയ്യാം. പരി മാന്ത്രിക എഴുത്തുകോൽ വെച്ച്
പലകയിൽ ജോഗോയുടെ പേര് എഴുതി എന്നിട്ടൊരു എലിയുടെ ചിത്രം വരഞ്ഞു. അതുകൊണ്ട് ജോഗോ ഇപ്പോൾ എലിയായി മാറി. പിന്നെ പരി ആ എലിയെ അതേ കൂട്ടിനകത്ത് പൂട്ടിവെച്ചു. അതിലാണ് ഇതുവരെ തോത്താറാമിനെ പൂട്ടിവെച്ചിരുന്നത്. അവിടെ നിന്നും രക്ഷപ്പെട്ട് തോത്താറാം തന്റെ കുടുംബത്തോടൊപ്പം തന്റെ വീട്ടിലേക്ക് തിരികെ പോയി.